കഴിഞ്ഞ ദിവസം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡുമായി ബന്ധപ്പെട്ടിട്ട് തിരുവമ്പാടി എന്ന് പറയുന്ന കോഴിക്കോട് ജില്ലയിലെ ഒരു സ്ഥലത്തുണ്ടായിട്ടുള്ള അവിടുത്തെ അജ്മൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിതാവായിട്ടുള്ള സാദിഖ് എന്ന് പറയുന്ന ആളുടെ കണക്ഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം നിങ്ങളെല്ലാവരും വാർത്താ മാധ്യമങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. KSEB എന്ന് പറയുന്ന ഒരു കൊള്ള സംഘം ഈ അജ്മലിനെതിരെയോ സാദിഖിനെതിരെയോ മാത്രമല്ല ഇത്തരത്തിലുള്ളൊരു കാര്യം എടുക്കുന്നത്. നേരത്തെ അതായത് 2022 കാലഘട്ടത്തിൽ അവിടെ ചെയർമാനായിരുന്ന അതിൻ്റെ തലവനെ തന്നെ B അശോക് എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥനെ തന്നെ ഓടിക്കാൻ ഈ കൊള്ള സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം അറിയേണ്ടത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഇപ്പോഴത്തെ സംഭവവികാസങ്ങളൊന്ന് നോക്കാം. ഏറ്റവും ആദ്യത്തെ കേസ് ഇപ്പം ഉണ്ടായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ സാദിഖ് എന്ന് പറയുന്നൊരു ആൾ, അദ്ദേഹം ഒരു വലിയ സമ്പന്നനായിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹം അവിടെ 11 അദ്ദേഹത്തിന് 10ഓളം വരുന്ന കൊമേഴ്ഷ്യൽ കണക്ഷനുകളുണ്ട്, കൂടാതെ ഒരു വീട്ടിലേക്കുള്ള കണക്ഷനുണ്ട്. അപ്പോൾ പണമടക്കാത്തതിൻ്റെ പേരിൽ ഈ കണക്ഷൻ വിച്ഛേദിക്കാൻ വേണ്ടി ഒരാൾ വരുന്നു. അങ്ങനെ വന്നപ്പോൾ അവിടെയുള്ളൊരു സോളാർ പാനൽ അദ്ദേഹം പിടിച്ചിളക്കി എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട്, അതായത് മുൻപ് തന്നെ ഇവർ തമ്മിൽ ചില രസക്കേടുകൾ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു ലൈൻമാൻ വരികയും അദ്ദേഹം ഇത് കണക്ഷൻ വിച്ഛേദിച്ചിട്ട് പോവുകയൊക്കെ ചെയ്തു. അപ്പോൾ അന്നേരം തന്നെ അവിടെ ഉണ്ടായിട്ടുള്ള ഈ സാദിഖും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള മറിയുമയും ഒക്കെ ആയിട്ട് ചെറിയ തോതിലുള്ള വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടായി. അത് 2 തരത്തിലും പോലീസ് കേസായി. അതായത് ഈ ഉദ്യോഗസ്ഥൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ഈ സാദിഖിൻ്റെ കുടുംബവും, അതുപോലെ മറിയുമ്മ അവരുടെ ഈ ഉദ്യോഗസ്ഥൻ മോശമായി പെരുമാറിയെന്ന് പറഞ്ഞ് മറിയുമ്മയും പരാതി കൊടുത്തു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അപ്പോൾ ഈ പരാതി കൊടുത്തതിന് ശേഷം ഈ സാദിഖിൻ്റെ മകനായിട്ടുള്ള അജ്മൽ എന്ന് പറയുന്നയാളും അദ്ദേഹത്തിൻ്റെ സഹോദരനും കൂടി ചെന്ന് ഈ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഓഫീസിലെത്തുകയും അത് ചോദ്യം ചെയ്യുകയും അവരുടെ വീട്ടിലെങ്ങാണ്ടിരുന്ന മാലിന്യം, അതായത് കറിയാറ്റ കേടായിപ്പോയ കറിയാണെന്നാണ് മനസ്സിലാക്കുന്നത്, ഫ്രിഡ്ജിലിരുന്ന് അത് ഒരു ഉദ്യോഗസ്ഥൻ്റെ മേത്തുകൂടി ഒഴിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അത് കേസാവുകയും ഈ അജ്മലിനെയും സഹോദരനെയും അടക്കം റിമാൻഡ് ചെയ്യപ്പെടുകയും ചെയ്തു. അവരിപ്പോൾ ജയിലിലാണ്. അപ്പോൾ ഈ ജയിലിലായി നിൽക്കുന്ന ഘട്ടത്തിൽ തീർച്ചയായിട്ടും നമുക്കറിയാം, ഇപ്പോൾ PDPP ആക്ട് എന്ന് പറയുന്ന, അതായത് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്നതിനെതിരെയുള്ള നിയമം എന്ന് പറയുന്നത് വളരെ കർക്കശമാണ്. നമുക്ക് ജാമ്യം കിട്ടില്ല. അതുകൊണ്ട് ഇവർ റിമാൻഡിലായി. ഇവർ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറിയാണ് ഈ അജ്മൽ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സംഭവം നിലനിൽക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഈ പണമടച്ചു, ഇവരുടെ വൈദ്യുതി ബന്ധം വീണ്ടും പുനഃസ്ഥാപിച്ചു. പക്ഷെ അതിന് ശേഷം പോലും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് വളരെ വിചിത്രമായൊരു തീരുമാനമെടുത്തു. കാരണം ഇപ്പോൾ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചെങ്കിൽ തീർച്ചയായിട്ടും അതിന് കേസിന് പോകണം, അല്ലാതെ അതിന് വൈദ്യുതി വിച്ഛേദിക്കാനുള്ള അധികാരമൊന്നും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിനില്ല. കാരണം വൈദ്യുതി വിച്ഛേദിക്കണമെങ്കിൽ 3 കണ്ടീഷനിൽ മാത്രമേ നടക്കൂ. ഒന്ന്, നിങ്ങൾ പണം അടച്ചില്ലെങ്കിൽ വൈദ്യുതി വിച്ഛേദിക്കും. രണ്ടാമത്തേത്, തീർച്ചയായിട്ടും അവിടെ ഒരു അപകടാവസ്ഥ കണക്ഷനുമായി ബന്ധപ്പെട്ട്, അതായത് ഇപ്പോൾ ആരെങ്കിലും ലൈൻ പൊട്ടി വീഴുകയോ കത്തിപ്പോവുകയൊക്കെ ഉണ്ടെങ്കിൽ അപകടാവസ്ഥയുമായി ബന്ധപ്പെട്ട് അവർക്ക് വിച്ഛേദിക്കാനുള്ള അധികാരമുണ്ട്. മൂന്നാമത്തേതെന്ന് പറയുന്നത്, അവിടെ വൈദ്യുതി മോഷണം നടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആ വൈദ്യുതി വിച്ഛേദിക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ഈ 3 സ്ഥലങ്ങളിൽ മാത്രമുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഉദ്യോഗസ്ഥനോട് ഒരു കസ്റ്റമർ അപമര്യാദയെ പെരുമാറി എന്ന് പറഞ്ഞിട്ട് ഒരു കാരണവശാലും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിനും ചെന്ന് അങ്ങനെ അവരുടെ വൈദ്യുതി വിച്ഛേദിക്കാനൊന്നും കഴിയില്ല. അങ്ങനെയൊക്കെ വിച്ഛേദിക്കാനാണെങ്കിൽ ഇത് വെള്ളരിക്ക പട്ടണമല്ലല്ലോ. ഇപ്പോൾ നാളെ നമ്മളൊരു ഹോസ്പിറ്റലിൽ ഒരു ഉദ്യോഗസ്ഥനോട് മോശമായി പെരുമാറി, അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ അമ്മയുടെയോ അച്ഛൻ്റെയോ ഓപ്പറേഷൻ ഡോക്ടർ നടത്തില്ലെന്ന്, അല്ലെങ്കിൽ ഓപ്പറേഷൻ നടത്തിയാൽ തന്നെ ഞങ്ങളത് ശരിയാവണ്ണം നടത്തില്ല എന്നൊന്നും പറയാൻ കഴിയില്ല. അതൊന്നും ഈ നാട്ടിൽ നടപ്പുള്ള കാര്യമല്ല. അപ്പോൾ ഇതിന് ശേഷം ഈ സാദിഖും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള മറിയുമയും കൂടി ഈ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഓഫീസിൽ ചെന്ന് കുത്തിയിരിപ്പ് സമരം നടത്തി. അപ്പോൾ കുത്തിയിരിപ്പ് സമരം നടത്തി സാദിഖ് ഹോസ്പിറ്റലിലാവുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇത് അവിടെ കുഴഞ്ഞു വീഴുകയും ഹോസ്പിറ്റലാവുകയൊക്കെ ചെയ്തു. അപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ ഈ സമരം ഏറ്റെടുക്കുകയും അത് വലിയ പ്രശ്നമായി തീരുകയും ചെയ്തു. ഇത് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ്. ഈ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ചർച്ച ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റും രസകരവുമായിട്ടുള്ള സംഭവം. ഇതിന് ശേഷം അവിടെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനായിട്ട് കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന മന്ത്രി നിർദ്ദേശം കൊടുത്തിട്ടും അവിടെ നമ്മുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായിട്ട് ഇപ്പോൾ ഇരിക്കുന്നത് ബിജു പ്രഭാകരാണ്. പഴയ തച്ചടി പ്രഭാകരൻ എന്ന് പറയുന്ന മന്ത്രിയുടെ മകനാണ്, കോൺഗ്രസ്സുകാരൻ്റെ. പക്ഷേ അദ്ദേഹം ഒരു പ്രത്യേക ഓർഡർ ഇട്ടുകൊണ്ടാണ് ഇവരുടെ വൈദ്യുതി ബന്ധം വീണ്ടും വിച്ഛേദിച്ചത്. അപ്പോൾ അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി പറഞ്ഞിട്ടും അദ്ദേഹം മണിക്കൂറുകളോളം അത് വൈകിപ്പിച്ചു എന്ന് മാത്രമല്ല, അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഒരു കുൽസിത പ്രവൃത്തി കൂടി ചെയ്തു. നിയമപരമായി അദ്ദേഹത്തിന് വിച്ഛേദിക്കാൻ യാതൊരു അധികാരവുമില്ല ബിജു പ്രഭാകരന്. രണ്ടാമത്തേത്, ഇത് വിച്ഛേദിപ്പിക്കാൻ, ഇത് വീണ്ടും പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് തഹസിൽദാരെ പറഞ്ഞ് ഇദ്ദേഹം വീട്ടിലേക്ക് വിട്ടിട്ട് ഇവരോട് ഈ കുറ്റം സമ്മതിച്ചു എന്നും ഇനി ഇത്തരത്തിലുള്ള ഭീഷണികൾ ഉണ്ടാവില്ലെന്നും ഉദ്യോഗസ്ഥർ ഉപദ്രവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു അഫിഡവിറ്റ് അല്ലെങ്കിൽ ഒരു മാപ്പപേക്ഷ എഴുതി നൽകണമെന്ന്
നിർബന്ധിക്കുകയാണ് ഈ തഹസിൽദാർ ചെയ്തിട്ടുള്ളത്. പക്ഷെ അവരതിന് തയ്യാറായില്ല. അവർ വീട്ടിൽ കയറാൻ പോലും തയ്യാറായില്ല. ഏറ്റവും ഒടുവിൽ ഇത് മാധ്യമങ്ങളുടെ ഇടയിൽ വലിയ ചർച്ചയായി. ഇത് വെള്ളരിക്കാപട്ടണമല്ലെന്നും ഇവിടെ നിയമസംഹിത അനുസരിച്ച് മാത്രമേ ഇലക്ട്രിസിറ്റി ബോർഡിന് പ്രവർത്തിക്കാൻ കഴിയുമെന്നും, അല്ലാതെ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ നമ്മൾ തെറ്റായി പെരുമാറിയാൽ, നാളെ ഇപ്പോൾ നമ്മൾ പോലീസിലുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥരോട് തെറ്റായി പെരുമാറിയാൽ അവർക്ക് നിയമപരമായ നടപടിയെടുക്കാം. അല്ലാതെ നാളെ നമ്മുടെ അമ്മയുടെ അച്ഛനെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ പോലീസിൻ്റെ സംരക്ഷണം കൊടുക്കാതിരിക്കുക എന്നുള്ള ഒന്നും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമില്ല. അതുകൊണ്ട് ഇത് അങ്ങേയറ്റം അസംബന്ധമായിട്ടുള്ള അഹങ്കാരം കലർന്ന ഒരു നടപടിയാണ്, ധാർഷ്ട്യം കലർന്നൊരു നടപടിയാണ് ഈ പറയുന്ന ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇനി ഇതിനേക്കാൾ വലിയൊരു സംഭവം എന്ന് പറയുന്നത്, ഇതിന് ശേഷം ഇതിൻ്റെ വൈകുന്നേരത്തെ ചർച്ച കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. 2 ചർച്ചകളുണ്ട്. ഒന്ന്, ഏഷ്യാനെറ്റിൻ്റെ ഒരു ചർച്ച നടക്കുകയാണ്. അവിടെ നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറയുന്ന രാഷ്ട്രീയ നിരീക്ഷകൻ, സാമൂഹിക നിരീക്ഷകൻ വന്നിട്ട് ഇത് മാധ്യമങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്നും ചിലപ്പോൾ ആളുകളെയൊക്കെ ഇപ്പോൾ പോലീസിനൊക്കെ നിയമം കയ്യിലെടുക്കേണ്ടി വരും, അവർക്ക് വേണമെങ്കിൽ ആളുകളെ വെടിവെച്ച് കൊല്ലേണ്ടി വരുമെന്നും, അതുപോലെ KSEB ചെയ്തത് നല്ല കാര്യമാണെന്നും, അജ്മൽ എന്ന് പറയുന്ന ഒരു പേരോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രശ്നമെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം ഉടനെ തന്നെ അജ്മൽ കാണിച്ചത് മഹാവൃത്തികേടാണെന്നൊക്കെ പറയുന്നു. അജ്മൽ കാണിച്ചത് വൃത്തികേടാണ്, നിയമം കയ്യിലെടുക്കലാണ്, അതിന് നിയമപരമായ ശിക്ഷ കിട്ടണം ഈ രാജ്യത്ത്, എനിക്കതിലൊരു തർക്കവുമില്ല. പക്ഷേ അതുകൊണ്ട് അജ്മലിൻ്റെ പിതാവിൻ്റെ പേരിലുള്ള കണക്ഷൻ കട്ട് ചെയ്യാൻ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന് ഒരു അധികാരവുമില്ല എന്ന് ജയശങ്കർ സാറടക്കം എല്ലാവരും മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം ചർച്ചയിൽ അങ്ങ് കൊടുത്ത അങ്ങേയറ്റം തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. രണ്ടാമത്, റിപ്പോർട്ടർ ചാനലിൽ ചർച്ച ചെയ്യാൻ കണ്ടു. ആ റിപ്പോർട്ടർ ചാനൽ ചർച്ചയിൽ MG സുരേഷ് കുമാർ എന്ന് പറയുന്ന ഒരു വിദ്വാനുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നതാണ്. അദ്ദേഹം ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറിയാണ്. കൂടാതെ അദ്ദേഹം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. അതായത് അവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഓഫീസേഴ്സ് അസോസിയേഷൻ സെക്രട്ടറിയാണ്. ഇദ്ദേഹം ചർച്ചയിൽ ഇരുന്ന് പറയുന്നൊരു വാചകം, ഇതിനെ ന്യായീകരിക്കുന്നൊരു കാര്യം, അതായത് ഇലക്ട്രിസിറ്റിയുടെ കണക്ഷന് എന്തെങ്കിലും അപകടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ബോർഡിന് അത് കട്ട് ചെയ്യാൻ അധികാരമുണ്ട് എന്നാണല്ലോ നിയമത്തിലുള്ളത്. അത് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത് വളരെ വിചിത്രമായ ഒരു രീതിയിലാണ്. അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത് അവിടെ ആ കണക്ഷൻ, അതായത് ലൈൻ പോസ്റ്റ് വലിച്ച് അവിടെ ഇവരുടെ വീടിൻ്റെ അവിടെ വരെയുള്ള കണക്ഷൻ്റെ ഉത്തരവാദിത്തം KSEB കാണുന്നു. ആ KSEB ഉദ്യോഗസ്ഥർക്ക് അവിടെ ചെന്ന് ഇനി എന്തെങ്കിലും റിപ്പയറോ മെയിൻ്റനൻസോ ഒക്കെ വേണ്ടി വന്നാൽ പണിയെടുക്കുന്നതിന് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കയറുന്നതിന് സുരക്ഷയില്ലെന്നും, അങ്ങനെ ഉദ്യോഗസ്ഥരുടെ സുരക്ഷയുമായി ഇതിനെ ക്ലബ് ചെയ്തിരിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ടാണ് അതിനാണ് കട്ട് ചെയ്തതെന്ന് പറയുന്നത്. പക്ഷേ ഈ വാദം ഉന്നയിക്കുമ്പോഴേക്കും സംഭവിച്ച ഏറ്റവും വിചിത്രമായ ഒരു കാര്യം, ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മന്ത്രിയും അതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ ചെയർമാൻ ആൻഡ് മാനേജിങ് ഡയറക്ടർ ബിജു പ്രഭാകറും ഒക്കെ തന്നെ ഈ കണക്ഷൻ പുനഃസ്ഥാപിച്ചു. അപ്പം നിങ്ങൾ ഈ പറയുന്നത് ശരിയാണെങ്കിൽ സുരേഷ് കുമാർ ഇത് എന്തിനാണ് പുനഃസ്ഥാപിച്ചത് എന്ന് ചോദിച്ചപ്പോൾ സുരേഷ് കുമാറിന് പോലും മറുപടിയില്ല. ഇനി സുരേഷ് കുമാർ ആരാണ് എന്നുള്ളതിലേക്ക് വരാം. 2021-22 കാലഘട്ടത്തിലാണ് എൻ്റെ ഓർമ്മ. അവിടെ ചെയർമാൻ ആൻഡ് മാനേജിങ് ഡയറക്ടറായിട്ടിരുന്നത് താരതമ്യേന ഒരു മിടുക്കനായ ഉദ്യോഗസ്ഥൻ എന്ന് പേര് കേട്ടിട്ടുള്ള ഡോക്ടർ B അശോക് എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഈ ചെയർമാൻ ആൻഡ് മാനേജിങ് ഡയറക്ടറായിട്ട് ഏതാണ്ട് 1 കൊല്ലത്തോളം മാത്രമേ അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റുള്ളൂ. അതിന് ഒരു ദിവസം മുമ്പ് കൃത്യമായിട്ട് അദ്ദേഹത്തെ മാറ്റാനുള്ള കാരണം, ഈ എംപ്ലോയീസ് അസോസിയേഷനും ഈ MG സുരേഷ് കുമാറാണെങ്കിൽ മുമ്പിൽ നിന്നത് അദ്ദേഹത്തിനെതിരെ നടത്തിയിട്ടുള്ള യുദ്ധമാണ്. അതിൽ B അശോക് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സുരേഷ് കുമാർ എന്ന് പറയുന്ന മനുഷ്യൻ പലപ്പോഴും ബോർഡ് മീറ്റിങ്ങുകളൊക്കെ ഉണ്ടാകുമ്പോൾ പോലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ചെയർമാൻ്റെ കസേരയിൽ കയറിയിരിക്കുമെന്നാണ്. ഇദ്ദേഹം ഒരു ഡോക്ടറാണ്, കൂടാതെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇദ്ദേഹം അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്, ഇലക്ട്രിസിറ്റി ബോർഡ് ഭരിക്കുന്നത് ഈ യൂണിയൻകാരാണ്. ആ യൂണിയൻകാരുടെ അഹങ്കാരം സാധാരണ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ അകത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പല ദൂർത്തും അതുപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൊണ്ട് ജനത്തിനെ അവർ ദ്രോഹിച്ചിരുന്നു. പക്ഷെ അതിന് പകരം ഇപ്പം ഏതാണ്ട് ഒരു ഗുണ്ട സംഘമായിട്ട് നേരെ ജനത്തിൻ്റെ മുകളിലേക്ക് ഇവർ കയറാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ B അശോകിനെ തന്നെ പുകച്ച് പുറത്ത് ചാടിക്കുന്നതിൽ MG സുരേഷ് കുമാർ വലിയ പങ്കുവഹിച്ച ഒരാളാണ്. കാരണം അവിടെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അധികാരം വിട്ടു പോകുമ്പോൾ ഇതിൻ്റെ ഒരു സഞ്ചിത നഷ്ടം, ക്യുമുലേറ്റീവ് ലോസ് എന്ന് പറയുന്നത് KSEBയുടെ 3000 കോടിയായിരുന്നെങ്കിൽ പിന്നീട് 2021-2022 വന്നപ്പോൾ അത് 14,000 കോടിയായി എന്ന് നിങ്ങൾ ആലോചിക്കണം. അത്തരത്തിലുള്ള സമഗ്രമായ സംഭാവനകൾ ചെയ്തിട്ടുള്ള പ്രതിനിധികളാണ് യൂണിയൻകാരെന്ന് പറയുന്നത്. കൂടാതെ അവിടെ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ബില്ലിങ്ങിൻ്റെ കാര്യത്തിൽ ഓൺലൈനായിട്ടാണ് ആളുകൾ ബില്ല് പേ ചെയ്യുന്നത്. അപ്പോൾ ബിൽ കളക്ഷന് വേണ്ടിയിട്ട് അത്രയും പേരെ ആവശ്യമില്ല. പക്ഷെ അത്തരത്തിൽ ആളുകളെ കുറക്കാനൊന്നും ഈ യൂണിയൻകാർ സമ്മതിക്കാറില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന കാശ് ഈ KSEB എന്ന് പറയുന്ന കൊള്ള സംഘം, ഇലക്ട്രിസിറ്റി ബോർഡിലെ യൂണിയൻകാർ ദൂർത്തടിച്ച് കളയുകയാണ്. ഞാൻ അതിന് ചെറിയ ഉദാഹരണങ്ങൾ പറയാം നിങ്ങളോട്.
അതായത് ഹരിയാനയിലും യു പിയിലും ഈ ഓവർ ഹെഡ് എക്സ്പെൻസസ് എന്ന് പറയുന്ന അവരുടെ കളക്ഷൻ്റെ 1.33% ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഗുജറാത്തിലാണെങ്കിൽ അത് 0.5 പൈസയാണ്. അതായത് 50 പൈസയാണ്, 50 പൈസയാണ് ഒരാൾക്കുള്ള ഓവർ ഹെഡ് എക്സ്പെൻസ് എങ്കിൽ നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ ഓവർ ഹെഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് കിട്ടുന്ന റവന്യൂവിൻ്റെ 2.55% ആണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളതിനേക്കാൾ, അതായത് ഗുജറാത്തിലുള്ളതിനേക്കാളൊക്കെ 4 ഇരട്ടി 5 ഇരട്ടി ഓവർ ഹെഡ് എക്സ്പെൻസ് ആണ് കേരളത്തിലുള്ളത്. ഇനി ഈ ചെയർമാൻ എന്ന് പറയുന്ന ഈ ബി അശോക് ആയിരുന്നപ്പോൾ അദ്ദേഹത്തെ മാറ്റാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് എം ജി സുരേഷ്. കാരണം എം ജി സുരേഷ് കുമാർ ഉപയോഗിച്ചിട്ടുള്ള ഇന്നോവ, അത് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഇന്നോവ, അദ്ദേഹം വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്ന് പറഞ്ഞു 1.5 ലക്ഷം രൂപ അദ്ദേഹത്തിൽ നിന്ന് ഈടാക്കാൻ നമ്മുടെ ബി അശോക് ഉത്തരവിട്ടു. പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ബി അശോകിനെ ഓടേണ്ടി വരില്ലേ? അതുകൊണ്ട് ബി അശോകിനെ അവിടെ നിന്ന് മാറ്റി. 2013 മുതലാണ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞ പോസ്റ്റ് വന്നത്. അതിനകം തന്നെ 4 പേരാണ് അവിടെ ഇരുന്നത്. ഒരാൾക്ക് പോലും തികച്ചൊരു 3 കൊല്ലത്തെ ടൈം പീരീഡിൽ അവിടെ ഇരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏതാണ്ട് കഴിഞ്ഞ 25 കൊല്ലത്തിനകം 15 പേരെ ഈ ചെയർമാൻ തസ്തികയിൽ തന്നെ മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ യൂണിയൻകാരാണ് അവിടെ ഭരിക്കുന്നത്. ഇത് ആര് വന്നിരുന്നാലും എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുള്ളത്, ഈ യൂണിയൻ എല്ലാ കൊല്ലവും ഡയറികൾ ഇറക്കുന്നുണ്ട്. ഈ ഡയറികൾ ഇറക്കുമ്പോൾ അതിലേക്കുള്ള വരുമാന മാർഗം എന്ന് പറയുന്നത് എല്ലാ ഇലക്ട്രിക്കൽ കോൺട്രാക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ലക്ഷങ്ങൾ മേടിച്ചുകൊണ്ടാണ് ഇവർ പലപ്പോഴും ഈ ഡയറികൾ ഇറക്കുന്നത്. എന്ന് പറഞ്ഞാൽ പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികളിലേക്കുള്ള ഫണ്ടിങ്ങിന് പോലും ഈ യൂണിയനുകൾ വലിയ തരത്തിലുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കുകയും അതിൻ്റെ ചെറിയ നക്കാപ്പിച്ചകൾ ഇവരെടുത്ത് പോക്കറ്റിലിടുകയും ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് ഈ യൂണിയനുകൾക്ക് അവിടെ അവിടെ വളരെ കൃത്യമായി എന്ത് ചെയ്യാൻ, അവിടെ ഉഴുതുപറിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുള്ള ഒരു പ്രസ്ഥാനമാണ് KSEB എന്ന് പറയുന്നത്. സത്യത്തിൽ അവിടുത്തെ ഓവർഹെഡ് എക്സ്പെൻസുകളും അതുപോലെ മറ്റ് ചിലവുകളുമൊക്കെ കുറച്ചാൽ, ഏറ്റവും കുറഞ്ഞ പക്ഷം അവിടെ തൊഴിലാളികളെ പിരിച്ചൊന്നും വേണ്ട, ചിലവുകൾ ദൂർത്ത് കുറച്ചാൽ പോലും 2 രൂപ അടക്കം യൂണിറ്റിന് കുറക്കാൻ കഴിയും എന്നാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഇതിൽ മറ്റ് ചില സ്റ്റേറ്റുകൾ കൂടിയുണ്ട്. ഇപ്പം ഡൽഹി എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ആം ആദ്മി പാർട്ടി കഴിഞ്ഞ 7-8 കൊല്ലമായിട്ട് അവിടെ ഇലക്ട്രിസിറ്റി ചാർജ് കൂട്ടിയിട്ടില്ല. കൂടാതെ 200 യൂണിറ്റുകൾ അവർ സാധാരണക്കാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തൊട്ട് മുമ്പത്തെ ഗവൺമെൻറ്, അതായത് ചന്ദ്രശേഖർ റാവുവിൻ്റെ തെലങ്കാന ഗവൺമെൻറ് 6000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ആ യൂണിറ്റുകൾ അവിടെ കർഷകർക്ക് സൗജന്യമായി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ മറ്റ് ഗവൺമെൻറ്റുകൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡ് പുഴുവരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും കൃത്യമായി മനസ്സിലാക്കണം. ആ സുരേഷ് കുമാർ ഇരുന്നാണ് ഇന്നലെ ഈ സുരക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥൻ കടന്നു ചെല്ലാൻ പോലുമുള്ള സുരക്ഷയുമായി അതിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ അജ്മലിൻ്റെ, അതായത് സാദിഖിൻ്റെ വീട്ടിലെ കണക്ഷൻ വിച്ഛേദിച്ചത് എന്ന് പറഞ്ഞാൽ അകത്തിരുന്ന് ചെയ്യുന്ന കൊള്ളയൊന്നും പോരാഞ്ഞിട്ട് ഇപ്പോൾ അവരെ എതിർക്കാൻ എന്നാൽ അവർ ധിക്കാരപരമായി ദാർഢ്യത്തോടുകൂടി ഞങ്ങൾ ജനത്തിൻ്റെ നെഞ്ചത്തേക്ക് കയറും എന്നുള്ളതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണിത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, നമുക്ക് വെള്ളം നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും അത് പുറത്തുനിന്ന് വേണമെങ്കിൽ ബോട്ടിലായിട്ട് വാങ്ങിക്കാം. പക്ഷേ ഇലക്ട്രിസിറ്റി നിഷേധിച്ചാൽ നമുക്ക് ആകെ ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയുന്നത് ഇലക്ട്രിസിറ്റി ബോർഡിനെ മാത്രമാണ്. അത് ഒരു കാരണവശാലും നമുക്ക് മറ്റൊരു സ്ഥലത്തുനിന്ന് വാങ്ങിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് ഇവരുടെയൊക്കെ കാല് പിടിക്കേണ്ടി വരും. കൂടാതെ ഈ MG സുരേഷ് കുമാർ എന്ന് പറയുന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും എംപ്ലോയീസ് അസോസിയേഷൻ്റെ ഏറ്റവും വലിയ പ്രസിഡൻറ്റും രാജാവും, നേരത്തെ അദ്ദേഹം MM മണിയുടെ പ്രൈവറ്റ് സ്റ്റാഫിൽ കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വലിയ സ്വാധീനമുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഇരുന്ന് പറയുന്നൊരു വാചകം, ഓരോ ഉപഭോക്താവിനെയും അദ്ദേഹം കളിയാക്കുന്നുണ്ട്. അതായത് ഉപഭോക്താവിന് ഇത് നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും 15 ദിവസം കഴിഞ്ഞ് വീണ്ടും 15 ദിവസം 25 ദിവസത്തോളം ടൈം കൊടുത്തിട്ടാണ് ബില്ലടക്കാൻ പറയുന്നത്. പിന്നെയും 5 ദിവസം കൂടി ഞങ്ങൾ സമയം തരുന്നുണ്ട്, എന്നിട്ടാണ് ഞങ്ങൾ ബില്ലടക്കാൻ പറയുന്നത്. മറ്റേതൊരു പ്രൊഡക്റ്റുകളും നിങ്ങൾ നേരത്തെ ഇത് ബില്ലടക്കുകയാണ് ചെയ്തത് എന്നാണ് സുരേഷ് കുമാർ പറയുന്നത്. എൻ്റെ പൊന്നു സുരേഷ് കുമാറെ, നിങ്ങൾ അറിയേണ്ടത് ഇലക്ട്രിസിറ്റി ബോർഡിലെ ദൂർത്ത് മുഴുവൻ നടത്തുന്നത് അത് ഈ പാവപ്പെട്ട സാധാരണക്കാരൻ്റെ ജനത്തിൻ്റെ ടാക്സ് വെച്ചാണ്. ഒന്ന്. രണ്ടാമത്തത്, ഓരോ കണക്ഷൻ എടുക്കുന്ന ഉപഭോക്താവും അവിടെ ഡെപ്പോസിറ്റായി പണം കെട്ടിവെച്ചിട്ടുണ്ട്. നിങ്ങളത് മറന്നുകൊണ്ട് ഇതുപോലെയുള്ള വർത്തമാനം ഈ പറയുന്ന സാധാരണക്കാരായ ഉപഭോക്താക്കളോട് പറയരുത്. ഇനി മൂന്നാമതൊരു കാര്യം കൂടി ഉള്ളത്, ഈ ദൂർത്തിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് കഴിഞ്ഞ 2021-2022 കാലഘട്ടത്തിൽ ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ ഇല്ലാതെ നിങ്ങൾ അറിയേണ്ടത് 44% ഇൻക്രീസാണ് ഇവർ സാലറിയിൽ സ്വയമായി വരുത്തിയത്. ആ സ്വയമായി വരുത്തിയെന്ന് പറഞ്ഞാൽ അതൊരു കമ്പനിയാണ്, അതുകൊണ്ട് സ്വയമായി അവർ 44% ഇൻക്രീസ് ചെയ്തു. ആരുടെ കാശാണ്? ജനത്തിൻ്റെ കാശാണ്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? 80,000 രൂപ, അതായത്
60,000 രൂപ സെക്രട്ടേറിയറ്റിലെ ഒരു ഡ്രൈവർ മേടിക്കുമ്പോൾ 80,000, 85,000, 1,00,000 രൂപ എടുത്താണ് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഡ്രൈവർ മേടിക്കുന്നത്. ഈ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരു സാധാരണ ഓവർസിയറോ എഞ്ചിനീയറോ അസിസ്റ്റന്റ് എഞ്ചിനീയറോ, അതായത് 10ാം ക്ലാസ് പാസ്സായ എഞ്ചിനീയർ പോലും മേടിക്കുന്നത് 1,4 ലക്ഷം രൂപ ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു സാധാരണ നമ്മുടെ ഇവിടെ പഠിപ്പിക്കുന്ന ഹൈസ്കൂളിലെയോ ബാക്കി അതുപോലെയുള്ള ടീച്ചർമാർക്ക് പോലും കിട്ടാത്ത ശമ്പളം 10ാം ക്ലാസ് മാസം പാസ്സായ ITI ഉള്ള ഓവർസിയർമാർക്കും അതുപോലെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാർക്കും കിട്ടുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് തിരുവമ്പാടിയിലുള്ള ഏതെങ്കിലും ഒരു സാധാരണ ജനത്തിനോട്, സാദിഖിൻ്റെ വീട്ടുകാരോട് കാണിച്ചിട്ടുള്ള അതിക്രമമല്ല. ഈ അതിക്രമം എന്ന് പറയുന്നത് കേരള ജനതയോട് മൊത്തമായി അവർ നാളുകളായി കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ അതിക്രമത്തിന് ഡോക്ടർ B. അശോക് അടക്കമുള്ള ചെയർമാൻ അടക്കം വരെയായിട്ടുണ്ട്. അതുകൊണ്ട് സാദിഖ്, നിങ്ങൾ ഒറ്റക്കല്ല, അവർ കൂട്ടമായി നമ്മൾ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അത് പുറത്തേക്ക് വന്നു എന്ന് മാത്രം. ആ പുറത്തേക്ക് വരാൻ കാരണം നേരത്തെ പറഞ്ഞ പോലെ പിണറായി വിജയൻ്റെയൊക്കെ ധാർഷ്ട്യം ഒരു പകരുന്ന രോഗമായി KSEB എംപ്ലോയീസ് യൂണിയനിലേക്കും അസോസിയേഷനിലേക്കും ഒക്കെ കൂടി വ്യാപിച്ചതുകൊണ്ടാണ്.